തൊപ്പി വെച്ചൊരു മനുഷ്യൻ സെല്ലിലേക്ക് കടന്നു വന്നു. അയാൾ വന്ന പാടെ പോക്കറ്റിൽ നിന്നും അളക്കുന്നതിനുള്ളൊരു ടേപ്പ് എടുത്തു. ഞാനെന്ന ഒരു മനുഷ്യജീവി അതിനകത്തുണ്ടെന്ന യാതൊരു ഭാവവും അയാൾ കാണിച്ചില്ല. അയാൾ ടേപ്പ് കൊണ്ട് ചുമരുകളുടെ അളവെടുക്കുകയും അത് പേപ്പറിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഓരോന്ന് ചെയ്യുമ്പോഴും അയാൾ തനിയെ സംസാരിച്ചു. ഇത് പോരാ, ഇതിത്രമാത്രം മതിയാകും എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് ഞാൻ കാവൽക്കാരോട് അന്വേഷിച്ചു. അയാൾ ജയിലിലെ ഒരു അസിസ്റ്റന്റ് ആർക്കിടെക്ചറാണത്രേ. ഇടയ്ക്ക് അയാൾ എന്നെ തുറച്ചു നോക്കി. എന്നെക്കുറിച്ച് അയാൾ കാവൽക്കാരോട് അന്വേഷിച്ചു. പിന്നീട് തൻ്റെ തല പലവട്ടം ഇരുവശത്തേക്കും ചലിപ്പിച്ച് എന്തെല്ലാമോ സ്വയം പറഞ്ഞതിനു ശേഷം തൻ്റെ ജോലി തുടർന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം അയാൾ വീണ്ടും എൻ്റെ നേരെ നോക്കി. എന്നിട്ട് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ പ്രിയ സുഹൃത്തെ, 6 മാസം കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇത് പുതുക്കി പണിയാൻ പോവുകയാണ്. പണി കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല രസമായിരിക്കും. പിന്നീട് അയാൾ അല്പം സാന്ത്വന ശബ്ദത്തിൽ തുടർന്നു, എന്തു ചെയ്യാം, നിങ്ങൾ നിർഭാഗ്യവാനാണ്. നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യമില്ലല്ലോ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ആസ്വാദ്യമായ പ്രഭാതം നോക്കിക്കാണുന്നൊരു യുവവധുവിനെ എന്ന പോലെ അയാൾ വീണ്ടും വീണ്ടും എന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. എൻ്റെ കാവൽക്കാരൻ, അയാൾ അല്പം പ്രായമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു, പെട്ടെന്ന് ഇടപെട്ടു. മരണമുഖത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിന്നാണ് താങ്കൾ ഇത്രയും ഒച്ച വെച്ച് സന്തോഷിക്കുന്നതെന്ന് ഓർക്കണം. താങ്കൾക്ക് അതിനുള്ള അനുവാദമില്ല. അയാൾ കടന്നുപോയി. ഞാനാകട്ടെ അയാൾ അളന്നുകുറിച്ചൊരു കൽച്ചുമരു കണക്കെ എവിടേക്കോ നോക്കി നിശ്ചലനായിരുന്നു. വീണ്ടും പരിഹാസങ്ങൾ പടികടന്നു വന്നു. ഇത്തവണ അതെത്തിയത് എൻ്റെ കാവൽക്കാരനായി എത്തിയ ചെറുപ്പക്കാരനായ ജയിൽ ജീവനക്കാരനിൽ നിന്നാണ്. പ്രായം ചെന്ന സൗമ്യനായ കാവൽക്കാരൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിരുന്നു. പ്രായം ചെന്ന മനുഷ്യൻ പോകുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കുകയോ കൈപിടിച്ച് കുലുക്കുകയോ ചെയ്തിരുന്നില്ല. പുതുതായി എത്തിയവൻ ഒരു വൃത്തികെട്ടവനായിരുന്നു. കാളയുടെ കണ്ണുകൾ പോലെയുള്ള കണ്ണുകളും ഒരു വിഡ്ഢിയുടെ മുഖഭാവവുമുള്ള മനുഷ്യൻ. ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. അവൻ എൻ്റെ മുഖം കാണാതിരിക്കാനായി ഞാൻ വാതിലിന് എതിർവശത്തേക്ക് കസേര വലിച്ചിട്ട് കൈകൾ നെറ്റിയിൽ തലോടിയിരുന്നു. അയാൾ കൈകൊണ്ട് എൻ്റെ തോളിൽ തട്ടി. ഞാൻ തലതിരിച്ചു നോക്കി. വൃത്തികെട്ട മുഖത്തെ ക്രൂരമായ ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അയാൾ എന്നോട് ചോദിച്ചു, എടാ കുറ്റവാളി, നീ എന്നോടൽപ്പം ദയ കാണിക്കുമോ? ഒരിക്കലുമില്ല, ഞാൻ മറുപടി പറഞ്ഞു. കരുത്തുറ്റ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അയാളൊന്ന് പതറി. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അയാൾ വീണ്ടും സംസാരിച്ചു. മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാകുന്നൊരു കാര്യം ചെയ്യാൻ ആർക്കും മടിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു. നിനക്ക് മറ്റൊന്നും എന്നോട് സംസാരിക്കാനില്ലെങ്കിൽ എന്നെ വെറുതെ വിടൂ. എനിക്ക് സമാധാനം വേണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലയോ കുറ്റവാളിയായ മനുഷ്യ, നിനക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാത്ത ഒരു നല്ല കാര്യം ഈ നിമിഷത്തിലെങ്കിലും ഒരു പാവം മനുഷ്യന് ചെയ്തു കൊടുത്തൂടെ? ഞാൻ എൻ്റെ തോളുകൾ കുലുക്കി. നീ ഭ്രാന്താലയത്തിൽ നിന്നാണോ വരുന്നത്? നീ എന്നോട് സഹായം ആവശ്യപ്പെട്ട സമയം കൊള്ളാം. വിചിത്രമായിരിക്കുന്നു. മറ്റുള്ളവർക്ക് സന്തോഷം നൽകിയിട്ട് ഞാൻ എന്ത് നേടാനാണ്? അവൻ പെട്ടെന്ന് ശബ്ദം താഴ്ത്തി തികച്ചും വിചിത്രമായ ശരീരഭാഷയോടെ സംസാരിക്കാൻ തുടങ്ങി. എടാ കുറ്റവാളി, അതെൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ സമ്പന്നനാകാൻ പോകുന്നു. എന്നെ സമ്പന്നനാക്കാനുള്ള ഭാഗ്യം നിനക്കാണ് ലഭിച്ചത്. ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു ദരിദ്രനായ കാവൽക്കാരൻ മാത്രമാണ്. എല്ലുമുറിയെ പണിയെടുത്താലും വേതനം വളരെ കുറവാണ്. ഒരു കുതിരയെ പോറ്റുന്നത് കൊണ്ട് ഞാൻ വളരെ ദരിദ്രനായി മാറി. സമ്പന്നനാകാനായി ഞാൻ ലോട്ടറികൾ എടുക്കാൻ തുടങ്ങി. ആരുടെയും ജീവിതത്തിൽ കാണുമല്ലോ സമ്പന്നനാകണമെന്ന ആഗ്രഹം. എന്നാൽ ഈ സമയം വരെയും ഭാഗ്യം എന്നെ കടാക്ഷിച്ചിട്ടില്ല. അടിക്കുമെന്നുറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ ടിക്കറ്റുകൾ എടുക്കുന്നത്. പക്ഷേ ഭാഗ്യം എന്നോടൊപ്പം കൂടിയില്ല. ഞാൻ എടുത്തത് 76-ാം നമ്പറാണെങ്കിൽ സമ്മാനം 77-നായിരിക്കും. ഇനി 77 എടുത്താൽ സമ്മാനം 76-നോ 78-നോ ആയിരിക്കും. ഞാൻ എല്ലാ മാർഗങ്ങളും അവലംബിച്ചിട്ടും ശരിയായ നമ്പർ എടുക്കാൻ എനിക്കിതുവരെയും കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ തകർച്ചയുടെ അങ്ങേ അറ്റത്താണ്. ദയവായി നീ എന്നോട് കരുണ കാണിക്കണം. ഇങ്ങനെ ഒന്ന് ഈ സമയത്ത് നിന്നോട് ആവശ്യപ്പെടുന്നതിന് നീ എന്നോട് ക്ഷമിക്കണം. നിന്നെപ്പോലെ മരണമുഖത്തേക്ക് നടന്നെടുക്കുന്ന മനുഷ്യർക്ക് ഭാഗ്യ നമ്പറുകൾ ഏതെന്ന് മുൻകൂട്ടി പറയാനാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ന് രാത്രിക്കുള്ളിൽ ആ നമ്പർ
നീ എനിക്ക് പറഞ്ഞു തരാമെന്ന് വാഗ്ദാനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനും പോകുന്നില്ലല്ലോ. നീ പ്രവചിക്കുന്നൊരു 3 നമ്പരെങ്കിലും പറഞ്ഞു തരണം. 3ഉം ഏറ്റവും നല്ലത് തന്നെ ആയിരിക്കണം. നീ അങ്ങനെ ചെയ്യില്ലേ? എനിക്ക് പ്രേതത്തെ ഭയമില്ല. ഇതാണ് എൻ്റെ മേൽവിലാസം: കാസ്റ്റനെ പോളിൻ കോർട്ട്, സ്റ്റെയർ കേസ് A, നമ്പർ 26. ഇതാ ഇടനാഴിയുടെ അങ്ങേ അറ്റത്താണ്. നീ എന്നെ മറക്കരുത്. വൈകുന്നേരത്തേക്ക് ഞാൻ എത്താം. വിഡ്ഢിയായ ആ തെമ്മാടിയോട് നിഷേധസ്വരത്തിൽ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ പെട്ടെന്നു തന്നെ എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ നാമ്പെടുത്തു. ഈ കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൂടാ? ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എൻ്റെ ഭാഗം എന്നാൽ കഴിയും വിധം ഭംഗിയായി അഭിനയിക്കാൻ തന്നെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ തുടർന്നു. ഒരു രാജാവിനേക്കാൾ വലിയ സമ്പത്തുള്ളവനായി ഞാൻ നിന്നെ ഉയർത്താം. നിനക്ക് ദശലക്ഷക്കണക്കിന് പണം നൽകാൻ എനിക്ക് കഴിയും. എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. അവൻ തൻ്റെ ചത്തുമലച്ച കണ്ണുകൾ തുറന്നു പിടിച്ചു. എന്താണത്? നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നിനക്ക് 3ന് 4 നമ്പറുകൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നമ്മൾ തമ്മിൽ ഇട്ടിരിക്കുന്ന വേഷങ്ങൾ ഒന്ന് മാറ്റിയിടണം. അത്രയേ ഉള്ളൂ. അത്രയുള്ളോ കാര്യം? ഇത്രയും പറഞ്ഞിട്ട് അയാൾ തൻ്റെ യൂണിഫോമിൻ്റെ ബട്ടണുകൾ അഴിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പ്രവൃത്തികൾ നിരീക്ഷിച്ചു. എൻ്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി. എല്ലാ വാതിലുകളും മലർക്കെ തുറന്നു കിടക്കുന്നതായി എനിക്ക് തോന്നി. ജയിൽ കവാടം എൻ്റെ പിന്നിലേക്ക് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ എന്തോ ബോധോദയം ഉണ്ടായതുപോലെ അവൻ യൂണിഫോം അഴിക്കുന്നത് നിർത്തി. ഹാ, അതാണ് നിന്റെ ആഗ്രഹമല്ലേ? നീ ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സൂത്രപ്പണിയാണ് പറഞ്ഞത്. തീർച്ചയായും. നിനക്ക് സമ്പന്നനാകണ്ടേ? അയ്യോ, വേണ്ട വേണ്ട. നീ മരിക്കുന്നില്ലെങ്കിൽ പിന്നെ നീ പറഞ്ഞു തരുന്ന നമ്പറുകൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഞാനാകെ തളർന്നു പോയി. നിരാശനായി ഞാൻ കട്ടിലിലിരുന്നു. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും കൊലമരത്തിൽ നിന്നും രക്ഷപ്പെടാനാവുമെന്ന് ആശിച്ചുപോയി. എല്ലാം വെറുതെയായിരിക്കുന്നു. ഞാൻ തകർന്നു പോയിരിക്കുന്നു. ഞാൻ ഇരുകൈകൾ കൊണ്ടും മുഖം പൊത്തി എൻ്റെ ജീവിതം അത്രയും മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം എൻ്റെ ചെറുപ്പകാലം ഓർമ്മയിലേക്ക് തള്ളി വന്നു. അക്കാലം തികച്ചും സുന്ദരമായിരുന്നു, സന്തോഷകരമായിരുന്നു. പൂക്കളുടെ ഉദ്യാനത്തിൽ ജീവിക്കുന്നത് പോലെ മധുരതരമായിരുന്നു. എങ്കിലും ദുർവിചാരങ്ങളും ദുഷ്ടചിന്തകളും എന്നിൽ ഉൾച്ചേർന്നിരുന്നു. എൻ്റെ തലച്ചോറിനെ മത്തുപിടിപ്പിച്ചിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന ആ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ഓർത്തു. കളിച്ചും ചിരിച്ചും ഓടിയും സഹോദരന്മാരോട് ഒച്ചവെച്ചും കഴിഞ്ഞിരുന്ന എൻ്റെ കുട്ടിക്കാലം തികച്ചും ആനന്ദകരമായിരുന്നു. പച്ചപ്പട്ടു വിരിച്ച ഉദ്യാനങ്ങളിൽ ഞങ്ങൾ ആർത്തുല്ലസിച്ചു. കുട്ടിക്കാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലൂന്നിയപ്പോഴും ആ പൂന്തോട്ടം എൻ്റെ സ്വപ്നങ്ങളുടെയും ഏകാന്തതയുടെയും ഇടമായി മാറി. എൻ്റെ ഏകാന്തതയെ ഇല്ലാതാക്കാൻ അവളും എനിക്ക് കൂട്ടിനായി ഉണ്ടായിരുന്നു. വംശപരമായി അവളൊരു സ്പെയിൻകാരിയാണ്. താമര ഇതൾ പോലെ നീണ്ട നയനങ്ങളും ചുരുണ്ടിടതൂർന്ന കേശഭാരങ്ങളും പനിനീർ പൂവ് പോലത്തെ മൃദുലമായ അധരങ്ങളും കവിൾത്തടവും. ഒലിവിൻ്റെ നിറം. 14 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ആന്തലൂസിയൻ പെൺകുടി. പെപ്പ എന്നായിരുന്നു ഞാൻ അവളെ വിളിച്ചിരുന്നത്. ഉദ്യാനത്തിൽ പോയി ഓടിച്ചാടി കളിക്കാൻ ഞങ്ങളുടെ അമ്മമാർ അനുവദിച്ചിരുന്നു. കളിക്കാനാണ് ഞങ്ങൾ ഉദ്യാനത്തിലേക്ക് പോയതെങ്കിലും കൂടുതൽ സമയവും ഞങ്ങൾ സംസാരിച്ചിരുന്നു. സമപ്രായക്കാരായ കൗമാരക്കാരായ ഒരാണും പെണ്ണുമായിരുന്നുവല്ലോ ഞങ്ങൾ. കളിച്ചും ചിരിച്ചും വഴക്കടിച്ചും ഞങ്ങൾ 1 വർഷം കഴിഞ്ഞുകൂടി. ആപ്പിൾ മരത്തിൽ കയറി പാകമാകാത്ത പഴങ്ങൾ പറിച്ചതിനും പക്ഷിക്കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടിൽ നിന്നും എടുത്തതിനും പെപ്പിറ്റയുമായി, അതായിരുന്നു അവളുടെ യഥാർത്ഥ പേര്, ഞാൻ വഴക്കടിച്ചു. അവൾ വിങ്ങിപ്പൊട്ടി. ഞാനിതൊക്കെ ചെയ്തത് അവൾക്കു വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പരാതിയുമായി അമ്മമാരുടെ അടുത്തേക്കോടി. അവർ 2 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അവളാണ് ശരിയെന്നാണ്. എങ്കിലും ഓരോ അമ്മമാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ തങ്ങളുടെ മക്കളാണ് ശരിയെന്ന് എപ്പോഴും ഉണ്ടായിരുന്നിരിക്കണം. പിന്നീടും അവൾ എൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി എന്നോടൊപ്പം നടന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ സന്തോഷവാനും അന്തസ്സുള്ളവനുമായിരുന്നു. പതുക്കെ നടക്കാനും ശബ്ദം താഴ്ത്തി സംസാരിക്കാനുമാണ് ഞങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെട്ടത്. അവൾ അവളുടെ തൂവാല താഴേക്കിടും. ഞാനതെടുത്തു കൊടുക്കും. അപ്പോഴെല്ലാം ഞങ്ങളുടെ കൈകൾ പരസ്പരം കൂട്ടിമുട്ടും.
ഞങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. പക്ഷികളെക്കുറിച്ച്, ചെസ്നട്ട് മരങ്ങൾക്കിടയിലൂടെ അസ്തമനത്തിന് തയ്യാറെടുക്കുന്ന സൂര്യനെക്കുറിച്ച്, സ്കൂളിലെ സഹപാഠികളെക്കുറിച്ച്, അങ്ങനെ എന്തും ഏതും ഞങ്ങൾ സംസാരിച്ചു. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ഒരു കൊച്ചുകുട്ടി മാത്രമായിരുന്ന അവൾ ഒരു വേനൽക്കാലത്തെ എത്ര പെട്ടെന്നാണ് ഒരു യുവതിയായി വളർന്നത്. ഒരു വേനൽക്കാലത്തെ വൈകുന്നേരം ഞങ്ങൾ പൂന്തോട്ടത്തിലെ ചെസ്നട്ട് മരങ്ങളുടെ താഴ്ഭാഗത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് ഒരു നീണ്ട ഇടവേള പതിവാണ്. അങ്ങനെ ഒരു ഇടവേള സമയത്ത് അവൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് പറഞ്ഞു, നമുക്കോടാം. ഇത്രയും പറഞ്ഞിട്ട് അവൾ ഓടാൻ തുടങ്ങി. അവളുടെ ശരീരം ഒരു ഈച്ചയെപ്പോലെ പറക്കുകയാണ്. അവളുടെ ചെറിയ കാൽപാദങ്ങൾ മുകളിലേക്ക് ഉയർന്നു താണു. മുട്ടറ്റം വരെയുള്ള പാവാട കാറ്റിൽ ഉയർന്നു പറന്നു. ഞാൻ അവളെ പിന്തുടർന്നെങ്കിലും അവൾ ചെസ്നട്ട് മരങ്ങളുടെ ഇടയിലൂടെ ഓടിമറഞ്ഞു. ഞാൻ അവളെ പിന്നീട് കണ്ടെത്തിയത് ഒരു പൊട്ടക്കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ്. അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ച് കരകയറ്റി. അവൾ പുൽത്തകിടിയിൽ കിടന്ന് കിതയ്ക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഞാനാകട്ടെ ശരിക്കും ഗൗരവത്തിലായിരുന്നു. ഞാൻ അവളുടെ കറുത്തിരുണ്ട കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മുടി വീണ് അവളുടെ പുരികങ്ങൾ പാതി മറയ്ക്കപ്പെട്ടിരുന്നു. ഇവിടെ ഇരിക്കൂ, അവൾ പറഞ്ഞു. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. നിന്റെ കയ്യിൽ പുസ്തകങ്ങൾ വല്ലതുമുണ്ടോ? അവൾ ചോദിച്ചു. സ്പലാൻസാനിയുടെ യാത്രാവിവരണങ്ങളുടെ 2ാമത്തെ വോളിയം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ തിടുക്കപ്പെട്ട് അത് തുറന്നു. ഞാൻ അവളുടെ അടുക്കലേക്ക് കൂടുതൽ ചേർന്നിരുന്നു. അവൾ തൻ്റെ തോളുകൾ എൻ്റെ ശരീരത്തിലേക്ക് ചേർത്തു പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും പുസ്തകത്തിലെ ഒരേ പേജുകൾ വായിക്കാൻ തുടങ്ങി. എന്നെക്കാൾ മുമ്പ് തന്നെ അവൾ തുറന്നു പിടിച്ചിരുന്ന പേജുകൾ വായിച്ചു കഴിയുമായിരുന്നു. ഞാൻ വായിച്ചു തീരും വരെ അവൾ കാത്തിരുന്നു. അവളുടെ ബുദ്ധിശക്തി എന്നേക്കാൾ മികച്ചതായിരുന്നു. അവൾ ഇടയ്ക്ക് ചോദിക്കും, നീ വായിച്ച് തീർന്നില്ലേ എന്ന്. ഞങ്ങളുടെ ശരീരം കൂടുതൽ ചേർന്നിരുന്നു. ഞങ്ങളുടെ ശ്വാസോച്ഛ്വാസം കൂടിക്കലർന്നു. ഞങ്ങളുടെ മുടികൾ ഒന്നായി ചേർന്നു. ഞങ്ങളുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടി. നേരം പോയതറിഞ്ഞില്ല. പരിസരബോധം വീണ്ടു കിട്ടിയപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. വീട്ടിലെത്തിയപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, ഹോ മമ്മ, ഞങ്ങൾ എത്രമാത്രം ഓടിയെന്നോ. ഞാൻ നിശബ്ദനായിരുന്നു. നിനക്കൊന്നും പറയാനില്ലേ എൻ്റെ കുട്ടി? നീ ആകെ ക്ഷീണിതനാണല്ലോ. എൻ്റെ അമ്മ പരിഭവിച്ചു. എൻ്റെ ഹൃദയം ആനന്ദത്താൽ തുള്ളിക്കളിക്കുകയാണ്. അന്നത്തെ ആ വൈകുന്നേരം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ ഞാൻ മറക്കാതെ സൂക്ഷിക്കും. അതെ, അവസാന നാളുകൾ വരെ. ആ ദിവസം അതോർത്തപ്പോൾ എൻ്റെ തലച്ചോറിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഏതാനും മണിക്കൂറുകൾ കൂടി കടന്നുപോയി. എൻ്റെ ചിന്തകൾ തലച്ചോറിനെ പ്രക്ഷുബ്ധമാക്കി. പുറത്തുനിന്നും എന്തെല്ലാമോ അസാധാരണമായ ശബ്ദങ്ങൾ എൻ്റെ ചെവിയിലേക്ക് തള്ളിക്കയറി. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ചിന്തകൾ തലച്ചോറിനെ കുത്തിമറിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഈ അവസാന നിമിഷത്തിലും ഞാൻ എൻ്റെ ഭൂതകാല ചിന്തകളുമായി മൽപ്പിടുത്തം നടത്തുകയാണ്. ഞാൻ ചെയ്തുപോയ ഭീകരമായ കുറ്റകൃത്യം എന്നെ വേട്ടയാടുന്നു. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ എത്ര സങ്കടപ്പെട്ടിട്ടും എന്താണ് കാര്യം? പശ്ചാത്താപം കൊണ്ട് മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്. തൂക്കുമരം വിധിക്കുന്നതിനു മുമ്പ് തന്നെ എൻ്റെ ഹൃദയം പശ്ചാത്താപത്താൽ വിങ്ങുകയായിരുന്നു. പക്ഷേ ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇപ്പോൾ മരണം അടുത്തെത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എൻ്റെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് പോകുമ്പോഴും മുന്നിൽ കഴുമരത്തിൻ്റെ കുടുക്കാണ് തൂങ്ങിക്കിടന്നാടുന്നത്. അത് കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളം കിടിലം കൊള്ളുകയാണ്. ഞാൻ വിറയ്ക്കുകയാണ്. എൻ്റെ ഏറ്റവും സന്തോഷകരമായിരുന്ന കുട്ടിക്കാലം, ഏറ്റവും ഹൃദ്യമായിരുന്ന കൗമാരം, അതെല്ലാം ഇന്നിവിടെ ഈ കഴുമരത്തിൽ അവസാനിക്കുകയാണ്. രക്തപങ്കിലമാവുകയാണ്. ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇടയ്ക്ക് ഒരു ചോരപ്പുഴ തന്നെ ഒഴുകുകയാണ്. അതിൽ എൻ്റെ രക്തമുണ്ട്, മറ്റുള്ളവരുടെയും രക്തമുണ്ട്. ഇനി എന്നെങ്കിലും ആരെങ്കിലും എൻ്റെ ഈ കുറിപ്പുകൾ വായിക്കുകയാണെങ്കിൽ അവർ എന്നെ വെറുക്കുമായിരിക്കും. പക്ഷേ ഞാൻ അത്രമാത്രം ക്രൂരനായിരുന്നുവോ? ഒരിക്കലുമല്ല. നിയമത്തിൻ്റെ കാർക്കശ്യം അങ്ങനെ പറയുമായിരിക്കും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻ്റെ ചിന്തകളും ഭാവനകളും അവസാനിക്കും. എങ്കിലും എൻ്റെ ഓർമ്മകൾ മരിക്കുമോ? ഓക്കുമരത്തിൻ്റെ ഇടയിലൂടെ ഇലകൾ വീണ് മറഞ്ഞുകിടന്ന പാതകളിലൂടെ തൊട്ടുരുമി നടന്നിരുന്ന അക്കാലം
അത്രമാത്രം പെട്ടെന്ന് വിദൂരതയിലേക്ക് ഓടി മറയുമോ? ഇല്ല, അതെല്ലാം തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു. ഈ അവസാന നിമിഷത്തിലും എന്നെ തടവിലാക്കിയിരിക്കുന്ന ഈ മുറിയുടെ പരിസരത്ത് നിന്നും മനുഷ്യർ വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ, സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. ഓരോരുത്തരും അവരവരുടെ ലോകത്താണ്. ചിലർ പത്രം വായിക്കുന്നു, മറ്റു ചിലർ രാഷ്ട്രീയം സംസാരിക്കുന്നു. കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. പെൺകുട്ടികൾ അവരുടെ ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ച് പണിയെടുക്കുന്നു. കുട്ടികൾ അവരുടെ അമ്മമാരുമായി ഓടിക്കളിക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് മനസ്സിനെ പായിക്കുകയാണ്. നോട്ടർഡാമിലെ വലിയ മണി കാണാൻ പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്നു ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഇരുളടഞ്ഞ കോവണി വഴിയിലൂടെ മുന്നോട്ട് കയറും തോറും എനിക്ക് തലചുറ്റി തുടങ്ങിയിരുന്നു. അവിടെ നിന്നും പള്ളിയെയും ടവറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരിടുങ്ങിയ ഗ്യാലറിയും കടന്ന് മുകളിലെത്തി താഴേക്ക് നോക്കിയപ്പോൾ പാരീസ് നഗരം എൻ്റെ കാൽക്കീഴിൽ അമർന്നു കിടക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. മണി തൂക്കിയിട്ടിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഹോ, എത്ര വലിയ മണിയാണിത്! അതിൻ്റെ തൂക്കം എത്രമാത്രമായിരിക്കും? എനിക്കറിയില്ല. കുട്ടികളും മുതിർന്നവരും അവിടെ എത്തിയാലുടൻ മണിയടിക്കുന്നതിനാണ് താല്പര്യം കാണിക്കുന്നത്. എന്നാൽ എനിക്ക് കൗതുകം തോന്നിയത് അതിന് മുകളിൽ നിന്നുകൊണ്ട് പാരീസ് നഗരം കാണുന്നതിലായിരുന്നു. അതൊരു കാഴ്ച തന്നെയായിരുന്നു. നോട്ടർഡാം നഗരത്തിലൂടെ മനുഷ്യർ ഉറുമ്പുകളെപ്പോലെ ഇഴഞ്ഞു നീങ്ങുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ ടവറിനെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാറ് ഒരു ഭയങ്കര ശബ്ദത്തോടെ മണി മുഴങ്ങി. ബീമുകളിലും വാതിൽപ്പാളികളിലും അതിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും പ്രകമ്പനമുണ്ടാക്കി. ഭയന്നു വിറച്ചുപോയ ഞാൻ തറയിലേക്ക് വീണുപോയി. കൈകൾ കൂട്ടിക്കെട്ടി ഞാൻ നിലത്ത് കിടന്നു. ശ്വാസം കിട്ടാതെ ഞാൻ വീർപ്പുമുട്ടി. വാക്കുകൾ ഉള്ളിലെവിടെയോ തടയപ്പെട്ടതുപോലെ. ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ മണിശബ്ദം വീണ്ടും വീണ്ടും എൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറുകയാണ്. എന്നാൽ അതേ സമയത്തു തന്നെ ഇതൊന്നും കാര്യമാക്കാതെ നിരവധി മനുഷ്യർ എനിക്ക് മുന്നിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, ഇപ്പോഴും ഞാൻ ആ ടവറിൻ്റെ തറയിൽ ഭയന്നു വിറച്ച് കിടക്കുകയാണ്. എനിക്ക് ചുറ്റിനു നിന്നും നിരവധി ശബ്ദങ്ങൾ എൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നു. പാരീസിലെ വലിയ മണിയിൽ നിന്നുള്ള പ്രകമ്പനം പോലെ അതെൻ്റെ തലച്ചോറിനെ പ്രകമ്പനം കൊള്ളിക്കുന്നു. സമാധാനത്തോടെ ജീവിക്കാനുള്ള എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിലച്ചിരിക്കുന്നു. ഞാൻ മാത്രം ഇവിടെ ഭ്രാന്ത് പിടിച്ച തലച്ചോറുമായി ഉണ്ണാതെ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ കളിച്ചും ചിരിച്ചും സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നു. ഹോട്ടൽ ദേവില്ലയുടെ ഉയർന്ന ഗോപുരങ്ങൾ മങ്ങിക്കാണാനാകും. വെള്ള പശ്ചാത്തലത്തിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന നാഴികമണിയും നിറം മങ്ങി കോലം കിട്ടിരിക്കുന്നു. അതിൻ്റെ കോവണിപ്പടിയിലൂടെ നിരവധി കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു. അതിൻ്റെ ഇടത്തും വലത്തുമായി 2 കമാനങ്ങൾ കാണാനാവും. ദഗ്രേവിലെ പഴയ കൊട്ടാരം പോലുള്ള ജയിൽ കെട്ടിടത്തിന് മുന്നിൽ തന്നെയാണ് ആ നാഴികമണിയും. നിറം മങ്ങി കറുത്തു തുടങ്ങിയ കൂറ്റൻ ഭിത്തിയും കാണപ്പെടുന്നത്. സൂര്യപ്രകാശത്തിൽ പോലും അതിൻ്റെ നിറം കറുത്തു തന്നെയിരുന്നു. കഴുമരത്തിലേക്ക് ആരെയെങ്കിലും വലിച്ചിഴക്കപ്പെടുന്ന ദിവസങ്ങളിൽ അതിൻ്റെ എല്ലാ വാതിലുകളും തുറന്നിടും. നിരവധി മനുഷ്യരുടെ മുഖം അതിലൂടെ കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന നിർഭാഗ്യവാന്റെ മേൽ തറഞ്ഞിരിക്കും. വൈകുന്നേരങ്ങളിൽ ജീർണിച്ച ഭിത്തികളെ തിളക്കമുള്ളതാക്കിക്കൊണ്ട് ആ വലിയ നാഴികമണിയുടെ തിളക്കം മാത്രം പരിസരത്തെ അല്പമെങ്കിലും പ്രകാശിതമാക്കും. സമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. തല പൊട്ടിപ്പിളരും പോലെ വേദനയെടുക്കുന്നു. നെറ്റിത്തടം തീ പിടിച്ചതുപോലെ പൊള്ളുന്നു. ഞാൻ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം തലയ്ക്കകത്ത് ഒരു ലാവാപ്രവാഹം പൊട്ടിയൊഴുകുന്നത് പോലെ. തലയോട്ടിയെ പിളർത്തി അതിപ്പോൾ തന്നെ പുറത്തേക്കൊഴുകിയേക്കാം. എൻ്റെ ഞരമ്പുകൾ തളർന്നതുപോലെ. ശരീരം വല്ലാതെ വിറയ്ക്കുകയാണ്. കയ്യിലിരുന്ന പേന താഴേക്ക് വീണു. വൈദ്യുതാഘാതമേറ്റതുപോലെ എൻ്റെ ശരീരം നിന്ന് വിറയ്ക്കുന്നു. പുക നിറഞ്ഞൊരു മുറിക്കകത്ത് അകപ്പെട്ടാൽ എന്ന പോലെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പുറത്തേക്കൊലിച്ചിറങ്ങി. എൻ്റെ ശരീരത്തിലെ ഓരോ സന്ധികളിലും കഠിനമായ വേദന അനുഭവപ്പെടുന്നു. ഇനി ഏകദേശം 2.5 മണിക്കൂറുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം എല്ലാ വേദനകളിൽ നിന്നും എനിക്ക് മോചിതനാകാം. എന്നേക്കുമായി എനിക്ക് സ്വതന്ത്രനാകാം. മറ്റുള്ളവർ പറയുന്ന പോലെ
വേദന എന്ന ഒന്ന് യഥാർത്ഥത്തിലുണ്ടോ? ആധുനിക ശാസ്ത്രം മരണത്തെ വേദനയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. അതല്ലേ ശരി? 6 ആഴ്ച കൊണ്ട് ഞാൻ ഈ പീഡനം സഹിക്കുകയാണ്. ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ മരണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഇന്നത്തെ ദിവസം വളരെ വേഗത്തിൽ കടന്നുപോയോ? അതോ വളരെ പതുക്കെയാണോ ഇന്ന് സൂര്യൻ കടന്നുപോയത്? ഞാൻ അനുഭവിക്കുന്ന ഈ പീഡനം മുഴുവനും കഴുമരത്തിലേക്കുള്ള യാത്രയായിട്ട് വേണം കരുതാൻ. കഴുമരത്തിലേക്ക് എത്താൻ എത്രമാത്രം വേദനയാണ് സഹിക്കേണ്ടി വരുന്നത്. ഒരുപക്ഷെ ഇതിനെ വേദനയെന്ന് പറയാനാവില്ല. രക്തം തുള്ളി തുള്ളിയായി ഒലിച്ചിറങ്ങി ശരീരത്തിൽ നിന്നും ജീവൻ അടർന്നു പോകുമ്പോഴും ഇതേ വേദന അനുഭവപ്പെടില്ലേ? ഇതേ ഭാരം ഹൃദയത്തിൽ വീണുകിടക്കില്ലേ? എൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ. എന്നിട്ടും ഒരു വേദനയുമില്ലെന്ന് പറയുന്നുവോ? ആർക്കാണങ്ങനെ പറയാനാവുക? ആർക്കെങ്കിലും അക്കാര്യം ഉറപ്പിച്ച് പറയാനാവുമോ? ശരീരത്തിൽ നിന്നും വേർപെട്ടു പോയി രക്തം വാർന്ന് ബക്കറ്റിലേക്ക് എടുത്തെറിയപ്പെട്ട എൻ്റെ തല അതിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ചുറ്റും കൂടി നിൽക്കുന്നവരോട് ഞാൻ അനുഭവിച്ച വേദനയുടെ ആഴത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, കഴിവിലേറ്റപ്പെട്ട ഏതെങ്കിലും മനുഷ്യൻ തിരിച്ചെത്തി കഴുമരത്തിൻ്റെ സൃഷ്ടാവിനോട് പറഞ്ഞിട്ടുണ്ടോ, കൊള്ളാം, നിന്റെ ഈ മെക്കാനിസം അപാരം തന്നെയെന്ന്? ഇല്ല, ഇപ്പറഞ്ഞതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നിമിഷം മാത്രം മതി, എല്ലാം അവസാനിക്കുന്നു. ഒരു മഹത്തായ ജീവിതത്തിന് തിരശീല വീഴുന്നു. അപ്പോഴും ഈ കാഴ്ചക്കാരായ മനുഷ്യർ ചിരിക്കുമായിരിക്കും. അവരുടെ ചിന്തകളിൽ അപ്പോഴും ഞാനൊരു ക്രിമിനൽ മാത്രമായിരിക്കും. ആ കൊലക്കയർ ഒരു നിമിഷം കൊണ്ട് എൻ്റെ കഴുത്ത് ഞെരിക്കും. എൻ്റെ രക്തക്കുഴലുകളെല്ലാം പെട്ടെന്ന് നിശ്ചലമാകും. എൻ്റെ ശരീരത്തിൽ നിന്നും പ്രാണനകന്നകന്നു പോകും. ജീവനില്ലാത്ത എൻ്റെ ശരീരം അപ്പോഴും അവർക്ക് ആഹ്ലാദം നൽകുമായിരിക്കും. എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവസാനിക്കുന്നു. ഹോ, എത്ര ഭീകരമാണിത്! എത്രമാത്രം ക്രൂരമാണിത്! ഏറ്റവും രസാവഹമായി തോന്നിയത് ഈ സമയം ഞാൻ രാജാവിനെക്കുറിച്ച് ഓർത്തുപോയതാണ്. ആവക ചിന്തകൾ എൻ്റെ കൺമുന്നിൽ തത്തിക്കളിക്കുന്നു. ആരോ എൻ്റെ ഇരുചെവികളിലും മന്ത്രിക്കുന്നു. രാജാവ് എൻ്റെ ജീവിതത്തിലെ ഈ അവസാന സമയത്ത് ഈ കൊലമരത്തിൽ നിന്നും അകലെയല്ലാതെ ഈ നഗരത്തിൽ തന്നെ അന്തിയുറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വാതിൽക്കലും എന്നെപ്പോലെ നിരവധി ഭടന്മാർ അദ്ദേഹത്തിൻ്റെ ജീവന് കാവൽ നിൽക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ മജ്ജയും മാംസവും എല്ലാമുള്ളൊരു മനുഷ്യനായ ഞാൻ അദ്ദേഹത്തെപ്പോലെ ഉയർന്ന പദവിയിലല്ലെങ്കിലും ഇപ്പോൾ ഏതവസ്ഥയിലാണ്? ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം സന്തോഷവാനാണ്. ജീവിതം ആസ്വദിക്കുകയാണ്. സമ്പത്തും ബഹുമാനവും അധികാരവും എല്ലാം അയാൾ തൻ്റെ കാൽക്കീഴിൽ അടുക്കി വച്ചിരിക്കുന്നു. ഏറ്റവും ഉയർന്ന ശബ്ദത്തിനുടമയായവർ പോലും അദ്ദേഹത്തിനു മുന്നിൽ പരിപൂർണ നിശബ്ദത പാലിക്കുകയോ അങ്ങേയറ്റം ശബ്ദം താഴ്ത്തി സംസാരിക്കുകയോ ചെയ്യുന്നു. ഏറ്റവും അഹങ്കാരികളായവരുടെ തലയും അയാൾക്ക് മുന്നിൽ കുനിഞ്ഞു പോകുന്നു. സ്വർണവും പട്ടുതുണികളും എപ്പോഴും അയാളുടെ കൺവട്ടത്ത് തന്നെയുണ്ട്. തൻ്റെ രാജസദസ്സിൽ മന്ത്രിമാരോടൊപ്പം മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ അയാളുടെ വാക്കുകൾക്ക് എതിർവാക്കുകളില്ല. ഇനി വേട്ടയ്ക്ക് പോയാലും പള്ളിയുറക്കത്തിന് പോയാലും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നത് അയാളുടെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ്. അതെ, ആ മനുഷ്യനും എന്നെപ്പോലെ തന്നെ മാംസവും രക്തവും ജീവനുമുണ്ട്. അയാൾ തൻ്റെ പേനയെടുത്ത് ഒന്ന് വരച്ചാൽ മാത്രം മതി ഭീകരമായ എൻ്റെ ഈ കഴുമരം അപ്രത്യക്ഷമാകാൻ. ഞാൻ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും സ്നേഹത്തിലേക്കും സമ്പത്തിലേക്കും നടന്നു കയറാൻ അയാളുടെ പേനയിലെ ഏതാനും തുള്ളി മഷികൾ മാത്രം മതി. അദ്ദേഹം ദയാലുവാണെന്ന് എല്ലാവരും വാഴ്ത്തുന്നു. പക്ഷേ എൻ്റെ കാര്യത്തിൽ ആ കാരുണ്യം അകന്നകന്നു പോകുന്നു. എനിക്ക് വേണ്ടി മാത്രം ആ കാരുണ്യം അപ്രത്യക്ഷമാകുന്നു.